വേണ്ടാ. കടിക്കോ? ഇല്ല. ഒന്നങ്ങോട്ട് പിടിച്ചോളൂ. നെക്സ്റ്റ്. എന്താ? ഡോക്ടറെ ഒന്ന് കാണാൻ വന്നതാ. ദേവരെ ചീട്ട് ചോദിച്ചോ? അതിനല്ല, ഡോക്ടറുടെ ഒരു ഫ്രണ്ടാ. എന്താ നന്ദിനി കുട്ടി, ഇത് മോശമല്ലേ? ഇതിപ്പോ എത്രാമത്തെ തവണയാ? നീ ഇതൊക്കെ നിർത്തിക്കൂടെ? 2 ദിവസമായി ഒരു വസ്തു കഴിക്കുന്നില്ല ഡോക്ടർ. ഗർഭലക്ഷണം ഉള്ളപ്പോ മനുഷ്യർക്ക് എങ്ങനെയാ വന്നു ഇപ്പൊ മൃഗങ്ങളും മനുഷ്യരെ പോലെ ആയി തുടങ്ങിയിരിക്കുക. നമസ്കാരം ഡോക്ടർ. വരണം മാഷേ. വരാൻ സമയമായാലോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നോ? അസൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തു പറയുന്നു അശ്വതി തമ്പുരാട്ടി? അന്ന് നിങ്ങളുടെ കല്യാണത്തിന് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. മാറ്റമൊന്നുമില്ല. ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കണമെന്ന് വിചാരിച്ചാ, പക്ഷെ ഏത് ബസ്സിന് വരുമെന്ന് തന്നെ എഴുതിയിരുന്നില്ല. ഈ ഡോക്ടർമാരുടെ സമയത്തിനൊക്കെ വലിയ വിലയുണ്ടാവുമല്ലോ, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഒരുമാതിരി വൃത്തിയോട് പറയുന്നത് കേട്ടോ. ബുദ്ധിമുട്ടാണ് പോലും. തനിക്ക് വേണ്ടി ചെലവാക്കാനുള്ള സമയമൊക്കെ എന്റെ അടുത്തുണ്ട്. ഞങ്ങൾക്കൊരു വീട് കണ്ടുപിടിച്ച് തരാൻ തന്നെ ഡോക്ടർ കുറെയൊക്കെ ബുദ്ധിമുട്ടിട്ടുണ്ടാവും. കേട്ടോ അശ്വതി പറയുന്നത്? ഈ ഫോർമാലിറ്റീസ് ഒക്കെ എടുത്തോളുമ്പോ എന്നെ അങ്ങനെ അന്യനാക്കാറൊന്നും നോക്കണ്ട. അല്ല പിന്നെ വീട്ടു സാമാനങ്ങളൊക്കെ ഇന്നലെ വാനിൽ അയച്ചിരുന്നത്? ഇന്നലെ രാത്രി വന്നു. എല്ലാം ഞാൻ വീട്ടിലിറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 10 മിനിറ്റ് എന്നെ കോട്ടേഴ്സ് വിശ്രമിക്കുക. ഞാൻ നമ്മുടെ പേഷ്യൻസിനെ ഒക്കെ ഒന്ന് പറഞ്ഞയച്ചിട്ട് ഉടനെ വന്നേക്കാം. അത് കഴിഞ്ഞിട്ടാകാം ഗ്രഹപ്രവേശം. വലതുകാലടുത്ത് വെച്ച് ഐശ്വര്യമായിട്ട് തമ്പുരാനും തമ്പുരാട്ടി അകത്തേക്ക് വന്നാട്ടെ. ഏതായാലും ഈ വീട് തന്നെ കിട്ടിയത് ഭാഗ്യമായി. ഒഴിഞ്ഞ സ്ഥലം, ഒച്ചയില്ല, ആൾശല്യമില്ല, നല്ല കാറ്റും. പിന്നെ ഇവിടുന്ന് സ്കൂളിലേക്ക് ഒറ്റ വഴിയാ, പക്ഷെ നടന്നു പോണം. ഒരു 20 മിനിറ്റ്. അപ്പൊ അശ്വതി, ഇന്നലെ രാത്രി കിട്ടിയ സമയം കൊണ്ട് ഈ സാധനങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന തരത്തിൽ അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. ബോധിച്ചോ ആവോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഹമീദ് ഡോക്ടറുടെ അടുത്തേക്കാണ് പോണത്. ഒന്നും ഒരു കുറവുണ്ടാവില്ല എന്ന്. വേണ്ട, തന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഞാനേ തമ്പുരാട്ടിയോടാ ചോദിച്ചത്. എല്ലാം ഭംഗിയായിട്ടുണ്ട്. ഞാൻ ശരിയാക്കിയ കൂടി ഇത്ര വരില്ല. സ്വന്തം ജീവിതം സെറ്റപ്പ് ചെയ്യുന്നില്ലേ എനിക്ക് പഠിച്ചുള്ളൂ മാഷേ. ഒരു വീട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മറ്റാരെക്കാളും സുന്ദരമായ സങ്കല്പങ്ങൾ എനിക്കുണ്ട്. ഏതായാലും ഗ്രഹപ്രവേശം കഴിഞ്ഞല്ലോ. ഞാനിവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ബോറ. ഇന്നിപ്പോ നിങ്ങൾ തനിച്ചുള്ള നിമിഷങ്ങൾക്ക് വലിയ വിലയുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. കാപ്പി പോരാ, നല്ല ഒന്നാന്തര ഊണ് തന്നെ വേണം. അശ്വതിയുടെ പാചകത്തിന്റെ രുചി എനിക്കൊന്ന് അറിയണമല്ലോ. ഇപ്പോഴല്ല, പിന്നെ. ഡിസ്പെൻസറിയിലെ രോഗികൾ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അവരധികം വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. മൃഗങ്ങളാണെങ്കിലും തിരക്കുള്ളവരല്ലേ. ഉപകാരി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതാ ഹമീദ് ഡോക്ടർ. ഇപ്പോഴും കുടുംബമായിട്ട് പിണങ്ങി ഒറ്റയ്ക്കാ താമസിക്കണേ? ചില മനുഷ്യരുടെ ജാതകത്തിൽ അങ്ങനെ. ഹമീദ് ഡോക്ടർക്ക് അവരോട് പിണക്കൊന്നുമില്ല, പിണക്കിട്ടുമില്ല. അവരായിട്ട് വഴക്കിട്ടിറങ്ങിപ്പോയതാ. കൊല്ലം 5 തലയിലെടുത്ത് വൈരാഗ്യം തീർക്കാൻ ഒരു കുട്ടിയുള്ളതിന് അവർ കൊണ്ട് കോൺവെന്റ് ചേർത്തിരിക്കുക. അതിനൊന്ന് കാണാൻ പോലും ഡോക്ടർ അവർ സമ്മതിക്കില്ല. പാവം. ആ മനുഷ്യനായതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി കളിച്ചും ചിരിച്ചും നടക്കുന്നു. തമ്പുരാട്ടിക്ക് കൊട്ടാരം പിടിച്ചോ ആവോ? തമ്പുരാൻ കൂടെ ഉള്ളപ്പോ പിടിക്കാണ്ട് വയ്യാലോ. എന്നാ ഭരണം അങ്ങോട്ട് ആരംഭിച്ചോ. You want a lift? Of course, my son. Morning, father. Oh, morning. നിന്നെ കണ്ടത് ഭാഗ്യമായി റിച്ചാർഡേ. വണ്ടി നേരെ പള്ളിയിലേക്ക് വിട്. അയ്യോ ഫാദർ, എനിക്ക് പോകേണ്ടത് വേറെ വഴിക്കാ. ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചത് ആ വഴിക്കാന്ന് വിചാരിച്ച. ഏത് വഴിക്കായാലും കേറി ഇരുന്ന സ്ഥിതിക്ക് ഇനി എന്നെ പള്ളി കൊണ്ടുവിട്ടിട്ട് വാ. ഫാദർ, എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. എടാ റിച്ചാർഡേ, വയസ്സനാണെങ്കിലും തിരുവസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിലും നിന്റെ അത്യാവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. വണ്ടി പള്ളിയിലോട്ട് വിടറാ. നിനക്ക് പള്ളിയിലോട്ടുള്ള വഴി അറിയാമോ? അതെന്താ ഫാദർ എങ്ങനെ ചോദിച്ചേ?
അല്ല, നിന്നെ അങ്ങോട്ടൊന്നും കാണാറില്ല. വല്ലപ്പോഴും നിനക്ക് പള്ളിയിലോട്ടൊന്ന് വന്നാലെന്താ? പള്ളിയിൽ വരാനും കുമ്പസരിക്കാനും ഞാൻ പാവം ഒന്നും ചെയ്യുന്നില്ലല്ലോ ഫാദർ. ഏടാ, നിന്റെ മരിച്ചുപോയ പപ്പയുണ്ടല്ലോ, തോമസ് കുട്ടി, അവന്റെ ജീവിതം മുഴുവൻ നിന്ന് തിരിയാൻ നേരമില്ലാത്ത ഓട്ടമായിരുന്നു. അവന്റെ ഓട്ടം പണത്തിന്റെ പുറകെയായിരുന്നു. നിന്റെ ഈ ഓട്ടം എന്തോത്തിന്റെ പുറകെയാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഈ ഓട്ടത്തിന്റെ സുഖം എന്താണെന്ന് അച്ഛൻ അറിയാഞ്ഞിട്ടാ. നീ എന്തോന്നാ പറഞ്ഞത്? അല്ല, അച്ഛൻ എവിടെ പോയിട്ട് വരാമെന്ന് ചോദിക്കായിരുന്നു. 49, 50, 51, 53, 54, 55, 56, 57, 58, 60, 63, 66, 67, 68, 70. കുട്ടിമാളും അമ്മ ഹെഡ് മിസ്ട്രസിന്റെ വീട് ഇത് തന്നെയല്ലേ? അല്ലല്ലോ, കേൾക്കണം. ഇതേ കുട്ടിമാളമ്മയുടെ ഭർത്താവ് ഫൽഗുനം പിള്ളയുടെ വീടാണ്. അതായത് എന്റെ വീടാണ്. ഹെഡ് മിസ്സസ് ആയ കുട്ടിമാളമ്മ അങ്ങ് സ്കൂളില്, എന്റെ ഭാര്യയായ കുട്ടിമാളമ്മ ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നു. എന്താ കാര്യം? എനിക്ക് അവരെ ഒന്ന് കാണണമായിരുന്നു. ഭർത്താവായ ഞാനിവിടെ നിൽക്കുമ്പോ എന്തിനാ ഭാര്യയായ കുട്ടിമാളമ്മയെ കാണുന്നത്? എനിക്ക് കാണേണ്ടത് ഭാര്യയായ കുട്ടിവാളുവമ്മയല്ല, ഹെഡ് മിസ്ട്രസ് ആയ കുട്ടിവാളുവമ്മയാണ്. പറഞ്ഞല്ലോ, ഹെഡ് മിസ്സസ് ആയ കുട്ടിമാളുവമ്മ അങ്ങ് സ്കൂളിലാണ്, കുട്ടിമാളുവമ്മ സ്കൂളിലാണ്. ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് അത്രയും ദൂരം തിരിച്ചു പോണം. അല്ല, ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹെഡ് മിസ്ട്രസിനെ വീട്ടിൽ വന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ മാറ്റായിട്ട് വന്ന മാഷ. മാഷ? അതെ. ഓ, എന്നാ ഇത് നേരത്തെ പറയണ്ട കള്ള. ഞാനും ആ സ്കൂളിലെ മാഷ, ഡ്രില്ല് മാഷ്. അതെയോ? ആകെയുള്ളത് ഈ 1, 2, 3 ആയതുകൊണ്ട് ദിവസവും രാവിലെ അവന് ഇവിടെ പോളിഷ് ചെയ്തെടുത്തു. പേരെന്താ? കുമാരവർമ്മ. വർമ്മയാ? അങ്ങോട്ടിരിക്കാം. ഇവിടെ ഇരിക്കാം. എന്നാ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. അപ്പോ എന്താ വേണ്ടേ? കുട്ടിമാളു. കുട്ടിമാളു, എടോ കുട്ടിമാളു അമ്മേ. എന്തിനാ അവിടെ കടന്ന് വിളിച്ചു പോകുന്നേ? കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന് പറ. ഒന്നിങ്ങോട്ട് വന്നാ തിരക്കേടില്ല, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. അവൾക്ക് എപ്പോഴും സ്കൂളിലെ ഓർമ്മയാ. വീട്ടിലെ ഹെഡ് മാസ്റ്റർ ഞാനാണെന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് അവള് മറക്കും. എന്താ ചെയ്യാ? ആരാ? നമ്മുടെ സ്കൂളിലേക്ക് പുതിയതായി ട്രാൻസ്ഫർ ആയി വന്ന മാഷ ഇപ്പൊ എന്താ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാൻ പാടില്ലെന്നുണ്ടോ? അറിയായൊന്നല്ല, ഈ ഇന്ന് ജോയിൻ ചെയ്യേണ്ട ദിവസാ, അതുകൊണ്ട് വീട്ടിൽ വന്ന് സൗകര്യമായിട്ടൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. എന്താ അതിന്റെ ആവശ്യം? ആവശ്യമുണ്ടായിട്ടല്ല, എങ്കിലും വെറുതെ ഒന്ന് പരിചയപ്പെടാമല്ലോ എന്ന്. അത് സ്കൂളിൽ വെച്ചാകുന്നതാ ഭംഗി, മനസ്സിലായോ? ഓവ്. എന്താ നിങ്ങളുടെ പേരിന് 1 കിലോമീറ്റർ നീളമുണ്ടല്ലോ. ആയില്യം തിരുനാൾ കുമാരവർമ്മ തമ്പുരാൻ, ഇത് മുഴുവൻ ഞാൻ വിളിക്കണമെന്നുണ്ടോ? എന്താ സൗകര്യം വെച്ചാൽ അങ്ങനെ ആവാം. മാഷെന്ന് വിളിച്ചാലും. അതിന് മാഷായിട്ട് നിങ്ങൾ മാത്രമല്ലല്ലോ സ്കൂളില്. എങ്കിൽ കുമാരെന്ന് വിളിക്കാം, വർമ്മന്ന് വിളിക്കാം, കുമാരവർമ്മന്ന് വിളിക്കാം. ശരി ശരി, നിങ്ങൾ സ്കൂളിലേക്ക് വന്നോളൂ. കുട്ടിമാളു, മാഷക്ക് ഒരു കപ്പ് കാപ്പി കൊണ്ടുവാ. കാപ്പി വേണമെന്ന് മാഷ് പറഞ്ഞോ? പറഞ്ഞില്ലേ? ഇല്ലല്ലേ? എന്നാലും മാഷ ആദ്യമായിട്ട് വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഒരു കപ്പ് കാപ്പി കൊടുക്കാതെ പറഞ്ഞയക്കുന്ന ഒരു മര്യാദകളല്ലേ കുട്ടിമാളു? ഈ നാരങ്ങ പിഴിതായാലോ ചൂടിന്? എന്തായാലും വേണ്ടില്ല. എന്നാ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. എന്റെ പൊന്നു കുട്ടിമാളു, സ്കൂളിലോ നീ സമ്മതിക്കുന്നില്ല, വീട്ടിൽ വെച്ച് മറ്റുള്ളവരുടെ മുൻപിലെങ്കിലും ഒരല്പനേരം നിന്റെ ഭർത്താവ് ആവാൻ എന്നെ ഒന്ന് അനുവദിക്കേ. അതിന് കാപ്പി ഉണ്ടാക്കാൻ ആ മാഷ മുമ്പിൽ വെച്ച് അപമാനിക്കുക. ഒന്ന് പതുക്കെ പറ, എന്റെ മാനം കളയരുത്. സഹാധ്യാപകനാ. ഞാനൊന്ന് വെയിറ്റ് ഇട്ട് നിൽക്കട്ടെ. ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അയാളോട് കാപ്പ് പിടിച്ചിട്ട് പോയാൽ മതി എന്ന് പറ. പിന്നെ നാട്ടുകാരെയൊക്കെ പറഞ്ഞ അവിടെ കുത്തിരിക്കാന്ന് വിചാരിക്കണ്ട. സ്കൂളിൽ പോകാൻ നേരാവുന്നു. എന്നെ താരും ബ്ലൗസൊക്കെ തേക്കണം. സത്യത്തിൽ
മാഷക്ക് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അസൂയ തോന്നുന്നുണ്ടാവും. ഏയ് ഇല്ലേ? ഉണ്ട്. ആ, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യം ചെയ്യണം മാഷേ, ഇങ്ങനെയൊക്കെ ഒന്ന് ഒത്തുകിട്ടാൻ. സ്കൂളിൽ അവൾ എന്റെ മേലധികാരിയാണെങ്കിൽ വീട്ടിലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായി. കള്ളം കണ്ടുപിടിച്ചു. ഏതായാലും ശകുനം മോശമായില്ല. ഹെഡ് മിസ്സസിനെ കാണാൻ പോഞ്ഞിട്ട് ഇരിക്കപ്പുറത്തി ഉണ്ടായിരുന്നില്ലല്ലോ. കിട്ടിയില്ല, വേറെ നിറച്ച് കണക്കായിപ്പോയി. അവരിങ്ങനത്തെ രനാവെന്ന് ഞാൻ നിരീക്ഷോ. ആ ഭർത്താവ് എന്ന് പറയുന്ന പാവം ഡ്രില്ലുമാഷിന്റെ കാര്യ കഷ്ടം. അതാ എമ്മയുടെ മിടുക്ക്. ഈശ്വരോ രക്ഷ. അശ്വതിക്ക് ഇങ്ങനെ ഒരു മിടുക്കില്ലാണ്ട് പോയത് എന്റെ മഹാഭാഗ്യം. ആരാ പറഞ്ഞില്ലാന്ന്? തൽക്കാലം വെളിയിലേക്ക് എടുക്കാഞ്ഞിട്ടല്ലേ. ചതിക്കല്ലേ മോളെ. ആ കൂടെ നിന്റെ മുമ്പിലാ ഈ കുമാരമ്മ വില്ലാളി വീരനായിട്ട് വിലസുന്നത്.